ശ്രീനന്ദു, ഇവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടതാര് എന്നുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറങ്ങിയ ഗാനത്തിനെതിരെ കേസെടുക്കുന്നു. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുക്കുന്നു. ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടത്തുന്നുണ്ട്. SIT അന്വേഷണം എന്തുകൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് ചോദിക്കുമ്പോൾ നിലവിലെ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ, തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങളുടെ പല പ്രധാനപ്പെട്ട നേതാക്കളുമല്ലേ ഇതിൽ പ്രതിപട്ടികയിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്, തങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് തടി തപ്പുന്നു. പത്മകുമാർ ഇപ്പോഴും CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തന്നെ തുടരുന്നു. യാതൊരു ധാർമ്മികതയും ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ തൊടാൻ സർക്കാർ പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPM ഭയക്കുന്നുണ്ട്. നിലവിലെ അന്വേഷണം മന്ദഗതിയിലാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ കൂടുതൽ ഉന്നതരിലേക്ക്, ഇപ്പോൾ കടകംപള്ളിയിലേക്ക് വരെ എത്താതിരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം, അല്ലെങ്കിൽ മറ്റ് പ്രകോപനങ്ങളൊന്നും പത്മകുമാറിൽ നിന്ന് തുടങ്ങരുത് എന്നുള്ള വളരെ വിദഗ്ധമായ ഒരു ശ്രമം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം, ഈ പറഞ്ഞ ആളുകളൊക്കെ ഇന്ന് അറസ്റ്റിലാണ്. പത്മകുമാർ ആയാലും വാസു ആയാലും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. അവർ രണ്ടുപേരും അറസ്റ്റിലാണ്. ഈ രണ്ടുപേർക്കും എന്തുകൊണ്ടാണ് കോടതി ജാമ്യം കൊടുക്കാത്തത്? സാധാരണ ഒരു കളവ് കേസിലാണ് അവർ പ്രതിയായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവർക്ക് കോടതി ജാമ്യം കൊടുക്കാത്തത്? കോടതി ജാമ്യം കൊടുക്കാത്തത് കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എവിടെയൊക്കെയോ SITയുടെ പ്രവർത്തനങ്ങൾ ഇഴയുന്നു, എവിടെയൊക്കെയോ അത് കോടതി തന്നെ 1-2 പ്രാവശ്യം പരാമർശ രൂപേണ കൃത്യമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള വസ്തുത. അപ്പോൾ ക്ലിയർ കട്ടായി കോടതി തന്നെ പറയുന്നു, ഇവരെല്ലാം സത്യത്തിൽ പത്മകുമാറിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന വാസുവിൻ്റെയും പേരിലുള്ളത് എന്താ? വാസുവിൻ്റെ പേരിലുള്ള കേസെന്ന് പറഞ്ഞത് അപഹരണമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മോഷ്ടാവ് എന്നുള്ള നിലയിലാണ് അവർ കേസിൽ പ്രതിയായിരിക്കുന്നത്. അപ്പോൾ ഒരു മോഷ്ടാവിന് സത്യത്തിൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടും. എന്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നത്? അപ്പോൾ CPM എന്ന് പറയുന്നത് ഒരു തിരുട്ട് കമ്പനി, നമ്മൾ ഈ തിരുട്ട് ഗ്രാമം എന്നൊക്കെ തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലൊരു തിരുട്ട് കമ്പനിയാണ് CPIM എന്ന് കേരളത്തിലെ കോടതികൾക്കും നീതിന്യായ സംവിധാനങ്ങൾക്കും ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഇവരെ ഒന്നും പുറത്തുവിടാതെ അകത്ത് തന്നെ ഇരുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ താങ്കളുടെ ആദ്യത്തെ ഘട്ടത്തിലും പറഞ്ഞൊരു കാര്യമാണ്, ഇവരിപ്പോൾ ചർച്ച കൊണ്ടുപോകാൻ ഇപ്പം നമ്മൾ വേറെ ഒന്നും വേണ്ട. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പരാജയപ്പെട്ടു CPM ആദ്യമൊക്കെ ആ പരാജയത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. CPM പറഞ്ഞത് എവിടെ പരാജയപ്പെട്ടു, എന്ത് പരാജയപ്പെട്ടു, എങ്ങനെ പരാജയപ്പെട്ടു, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് CPM ചെയ്തത്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അയ്യപ്പൻ്റെ ഈ സ്വർണ്ണക്കള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പരാജയപ്പെട്ടതെന്നുള്ള വാർത്തകൾ വരുന്നു. സ്വാഭാവികമായി ചർച്ചകളെല്ലാം സ്വർണ്ണക്കൊള്ളയോടനുബന്ധിച്ചാണോ CPM പരാജയപ്പെട്ടത് എന്ന നിലയിൽ രാത്രിയിൽ അന്തിച്ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഈ അന്തിച്ചർച്ചകളുടെ ഈ ഒരു വിഷയത്തെ ഡൈവേർട്ട് ചെയ്യണം. അതെങ്ങനെ ഡൈവേർട്ട് ചെയ്യാം? വളരെ സമർത്ഥമായി നമുക്ക് TP ചന്ദ്രശേഖരൻ്റെ കൊല ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഇവിടെ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുക. TP ചന്ദ്രശേഖരനെ CPIM വകവരുത്തുകയാണ്. മുഖത്ത് 51 വെട്ടുവെട്ടി സ്വന്തം പാർട്ടിക്കാരനായ ഒരാളെ എതിർശബ്ദം ഉന്നയിച്ചതിൻ്റെ പേരിൽ 51 വെട്ടുവെട്ടി കൊല്ലുമ്പോൾ അതിനകത്തേക്ക് ആ കൊലയാളികളെ കൊണ്ടുവന്ന കാറിൻ്റെ പുറകിൽ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ എഴുതി അതിനെ ഒരു വർഗീയ ചേരിതിരിവിലേക്ക് എങ്ങനെയാണോ CPM ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്, നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടും കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിൽക്കാനുള്ള സാഹചര്യം നിലനിന്നതുകൊണ്ടും അവിടെ കേസിലെ പ്രതികളെ കൃത്യമായി പിടിക്കാൻ സാധിച്ചതുകൊണ്ടും ഇത് കൃത്യമായിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയാൻ സാധിച്ചതുകൊണ്ടുമാണ് അന്ന് ഒരു വർഗീയ സംഘർഷം കേരളത്തിൽ ഉടലെടുക്കാതെ പോയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞ് പോറ്റിയെ കയറ്റിയെ സ്വർണം എല്ലാം മാറ്റിയേ എന്നുള്ള ആ പാട്ട് വരുന്ന സമയത്ത് അത് എഴുതിയിരിക്കുന്നത് ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ളൊരു സഹോദരനായതുകൊണ്ട് അത് അയ്യപ്പനെ നിന്ദിച്ചുകൊണ്ടാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന CPIMൻ്റെ ഒരു തന്ത്രമുണ്ടായി. ആ തന്ത്രം CPM ഈ പരാജയപ്പെട്ട ഉടനെ തന്നെ ആദ്യം കൊണ്ടുവരുന്നത് ആ പാട്ടിനെതിരായി ഒരു കേസ് കൊണ്ടുവരും. എന്നിട്ട് പാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ടീമിനെ കൊണ്ടുവന്ന് ഈ പരാതി കൊടുപ്പിക്കുന്നു. എന്നിട്ട് അതിനെയൊക്കെ ചാനലുകളിൽ വാർത്തയാക്കി ആ വാർത്തയെ അടുത്തൊരു 5-6 ദിവസത്തേക്ക് അന്തിച്ചർച്ചകളിൽ നിന്ന് ശബരിമല അയ്യപ്പൻ്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമം നടക്കുന്നു. അപ്പോഴാണ് CPMന് മനസ്സിലായത് ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ സോണിയാഗാന്ധിയും ഈ പറയുന്ന സോണിയാഗാന്ധി അന്ന് UPയുടെ ചെയർപേഴ്സണാണ്, അന്ന് സൂപ്പർ പ്രധാനമന്ത്രിയാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിയും അന്നത്തെ പത്തനംതിട്ട MP-യും ഇന്നത്തെ പത്തനംതിട്ട MP-യുമായിട്ടുള്ള ആൻ്റണിയും അതുപോലെ തന്നെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഈ പോറ്റിയും കൂടി അവരെ 2 ടേമിൽ കണ്ടു എന്നുള്ള നിലയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 സമയത്തായി കണ്ടു എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ നിലയിൽ
അവിടെ ഒരു ചിത്രം അവതരിപ്പിക്കപ്പെടുകയും മുഴുവൻ CPM-ൻ്റെ നേതാക്കന്മാരും എല്ലാ ചർച്ചകളിലും ഈ വിഷയം ഇടതടവില്ലാതെ ഉന്നയിക്കുന്നു. സ്വാഭാവികമായി ആ സമയത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനൊരു ഒരു സംശയം തോന്നി. അപ്പോൾ പോറ്റിയുമായി ഇവർക്കും ബന്ധമുണ്ടോ? പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ നാളിലും ഇത്തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടോ? കോൺഗ്രസും ഈ അഴിമതിയിൽ കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന ചോദ്യം റൈസ് ചെയ്യപ്പെടുന്നു. ആ ചോദ്യം റൈസ് ചെയ്യപ്പെട്ടതിൻ്റെ തൊട്ടുപുറകിൽ ഈ അന്വേഷണത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവുകയാണ്. കോൺഗ്രസ് പെട്ടെന്ന് തന്നെ ഒരു പേര് കൊണ്ടുവരുന്നു. രമേശ് ചെന്നിത്തല പെട്ടെന്ന് SITക്ക് കുറേ വിവരങ്ങൾ പറയുന്നു. അതിൻ്റെ തൊട്ടുപിറകെ വന്നിട്ട് ഈ പറയുന്ന SITക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നു. തിരിച്ച് ആംബുലൻസ് ഉദ്ഘാടനത്തിന് വന്ന പോറ്റിയുടെ ഫോട്ടോയും മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും അങ്ങോട്ടേക്ക് സൈബർ വിങ് UDFൻ്റെ സൈബർ വിങ് അങ്ങോട്ടേക്ക് ആക്രമിക്കുന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് ആക്രമിക്കുന്നു. ഈ ആക്രമണത്തിൻ്റെ ഇടയിലൂടെ ഒരു കോൺഗ്രസ് നേതാവിനെ രാവിലെ ഈ ഭീകരവാദികളൊക്കെ വളഞ്ഞു പിടിക്കുന്നത് മാതിരി ഇവിടെ കേരളത്തിനകത്ത് പാങ്ങോട് തിരുവനന്തപുരത്തടക്കം ഭീകരവാദികൾ വന്ന് നിന്നിട്ട് അറിയാതെ പോയ കേരളത്തിലെ പോലീസ്, പരാജയപ്പെട്ടു പോയ കേരളത്തിലെ പോലീസ് ഇൻ്റലിജൻസ് സംവിധാനം ഒരു ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ ഒരു കോൺഗ്രസ് നേതാവിനാണ്. ഞാൻ അദ്ദേഹത്തിനെ ന്യായീകരിക്കുന്നുള്ളൂ, അദ്ദേഹം ചെയ്തിട്ടുണ്ട്, തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും വലിയ സംവിധാനം ഒരു പൊതുപ്രവർത്തകനെ പിടിക്കാൻ? അപ്പോൾ ഇതുപോലെയാണല്ലോ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തി കൊടുത്തത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തി ഇതുപോലെ വീട് വളഞ്ഞ് അദ്ദേഹത്തിനെ കേരളത്തിൻ്റെ പത്തനംതിട്ടയിൽ നിന്ന് കേരളത്തിൻ്റെ തലസ്ഥാനത്തേക്ക് ആഡംബരപൂർവ്വം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇന്ന് പാലക്കാട്ടെ MLA ആക്കി പാലക്കാട്ടെ ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചതിൽ പിണറായി വിജയന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന കോൺഗ്രസ് നേതാവിനെയും ഇത്തരത്തിൽ വലിഞ്ഞിട്ട് പിടിച്ച് അത് വലിയൊരു രാഷ്ട്രീയ വാർത്തയാക്കി കോൺഗ്രസിന് അനുകൂലമായൊരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം ഈ പറയുന്ന CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം, കാതലായ വിഷയം, പത്മകുമാർ അറസ്റ്റിലായതിനു ശേഷം പത്മകുമാറിൻ്റെ മൊഴിയിൽ പറയുന്നു, ഈ പറയുന്ന ദേവസ്വം ബോർഡ് യോഗത്തിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഞാനും ചേർന്നിട്ടാണ് ഇത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊടുക്കാൻ ഈ പോറ്റിയെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്മകുമാറിന് എത്രത്തോളം റോളുണ്ടോ അന്നത്തെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ആ റോളുണ്ട്. എന്നിട്ട് പത്മകുമാർ പറയുകയാണ്, എന്നെ ഈ പോറ്റിയുമായി കണക്ട് ചെയ്യുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളപ്പോൾ, ഒരു മൊഴിയുള്ളപ്പോൾ SIT എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇതുവരെ ഒരു ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാത്തത്? ഇനി കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിനെതിരെ കോടതിയിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം പറയണേ, എന്നെ കള്ളാന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? കടകംപള്ളി സുരേന്ദ്രൻ ചോദിക്കുകയാണ്, എന്നെ കള്ളാന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു. ഇതുപോലെ പഴയൊരു മന്ത്രി പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ, അതുപോലെ വന്നിരുന്ന് പറയുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുണ്ട്. രാഷ്ട്രീയമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്ന് രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് പോളിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണ്, ശബരിമല അയ്യപ്പൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുകയാണ് എന്ന് പറയുന്ന CPM-നോടും കോൺഗ്രസിനോടും BJP-യുടെ ചോദ്യം വളരെ ക്ലിയറാണ്. ഞങ്ങളുടെ ചോദ്യം, നിഷ്പക്ഷമായി ഒരു അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ ആദ്യം കോൺഗ്രസിൻ്റെ നിലപാടതായിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞ നിലപാട്, കേന്ദ്രത്തിലെ CBI വന്ന് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം BJP-യുടെ നിലപാടായി ഞങ്ങൾ പറഞ്ഞു, 30 വർഷത്തെ എങ്കിലും ഇവിടുത്തെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഒരു നിഷ്പക്ഷമായ അന്വേഷണം വരണമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കോൺഗ്രസ് ആ ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് ബാക്ക് ഫുട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി കോൺഗ്രസ് ആ നിമിഷം അതുവരെ CBI അന്വേഷണം ആദ്യം തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതൃത്വം എന്തിനാണ് 30 വർഷത്തെ അന്വേഷണം എന്ന് പറയുമ്പോൾ ബാക്ക് ഫുട്ടിലേക്ക് വരുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സോണിയാഗാന്ധിയും ഈ കള്ളനും പ്രയാർ ഗോപാലകൃഷ്ണനും ഈ പറയുന്ന ആൻ്റണിയുമായിട്ടുള്ള ബന്ധം എന്തിനു വേണ്ടി കണ്ടു? ആരാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്? എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? അവിടെ എന്തൊക്കെയാണ് നടന്നത്? അതിനുശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളിൽ ഈ പറയുന്ന ഈ പോറ്റിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചെയർമാൻ എന്നുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തൊക്കെ ചെയ്തു കൊടുത്തു അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ വേണ്ടി? ഇതെല്ലാം ചോദ്യമാണ്. ഈ ചോദ്യത്തിനൊന്നും അവിടെ ഉത്തരമില്ല. ഇനി ഇപ്പുറത്ത് മോഷ്ടാവായി ജയിലിൽ കിടക്കുന്ന CPM-ൻ്റെ 2 നേതാക്കന്മാർ, അവർക്കെതിരെ എന്തുകൊണ്ട് സംഘടനാപരമായ നടപടി എടുക്കുന്നില്ല? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ CPM-നകത്തുള്ള എല്ലാവരും മോഷ്ടാക്കളാണ് എന്ന് അവർ സാധൂകരിക്കുകയല്ലേ? കാരണം 2 മോഷ്ടാക്കൾക്കെതിരെ നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് പാർട്ടി വൈകിക്കുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായി. വെറും ഒരു ആരോപണമല്ല, പ്രഥമ ദൃഷ്ടിയാൽ ഇവർ തെറ്റുകാരാണെന്ന് കണ്ടതിന് ശേഷമാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോടതി നടപടിയെടുത്ത കള്ളന്മാരെ പോലും പുറത്താക്കാൻ തയ്യാറാകാത്ത CPM-ൻ്റെ നിലപാടിൽ ആശങ്കയില്ലേ? അപ്പോൾ അവർ സംസ്ഥാനം ഭരിക്കുമ്പോൾ അവരുടെ കീഴിലുള്ള പോലീസ്, ഈ പറയുന്ന SIT എന്ന് പറയുന്നത് കേരള പോലീസാണ്. ഈ കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് SIT ആയിട്ട് രൂപീകരിക്കപ്പെട്ട്
ഈ നമ്മൾ പറയില്ലേ ഈ അണ്ണാൻ എത്ര മൂത്താലും മരം കയറ്റം മറക്കില്ല എന്ന് പറയുന്നത് പോലെ CPM കഴിഞ്ഞ 10 വർഷമായി താലത്തിലിരുത്തി തലോടിക്കൊണ്ടിരിക്കുന്ന ഈ പോലീസ് എങ്ങനെ CPM വേണ്ടി ദാസ്യവൃത്തി ചെയ്യുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് CPM വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്, കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർക്ക്, കേരളത്തിലെ ഭക്തസമൂഹത്തിന് ഒരു കാര്യം കൃത്യമായി അറിയണം. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധത്തിനപ്പുറത്ത് എന്താണ് ശബരിമലയിൽ യാഥാർത്ഥ്യത്തിൽ നടന്നിട്ടുള്ളത്? ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടത് ആരാണ്? ആ കട്ടവർക്ക് എന്ത് സഹായമാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ CPMൻ്റെ നേതൃത്വം ചെയ്തു കൊടുത്തിട്ടുള്ളത്? എന്താണ് സോണിയാഗാന്ധിയുമായി ആ കൂടിക്കാഴ്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മോട്ടീവ് എന്തായിരുന്നു? അവർ സംസാരിച്ചത് എന്തായിരുന്നു? അവർക്ക് ആ കൂടിക്കാഴ്ച, ഇത്തരത്തിലുള്ളൊരു പെരുങ്കളന് കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ആൻ്റണി പത്തനംതിട്ടയുടെ MP ആണെന്നുള്ളത് നമ്മൾ വിട്ടുപോകരുത്. നമ്മൾ നിസ്സാരവൽക്കരിച്ചല്ല കാണേണ്ടത്. പത്തനംതിട്ടയുടെ MP എന്ന് പറയുമ്പോൾ ശബരിമല ഇരിക്കുന്ന ആ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ MP തന്നെ ഈ കള്ളനെയും കൊണ്ട് അന്നത്തെ സൂപ്പർ പ്രധാനമന്ത്രിയായിട്ടുള്ള സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോകുമ്പോൾ കൂടെ ഇരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനും ഈ പറയുന്ന ആൻ്റണിയും എന്ത് മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെ 10 ജൻപത്തിലേക്ക് ഈ പറയുന്ന കള്ളനെയും കൂട്ടിയിട്ട് പോയിട്ടുള്ളത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയേണ്ട ധാർമ്മികമായ അവകാശം അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം അത് കോൺഗ്രസിനുണ്ട്. അതിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നത് വളരെ സംശയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുൻപാകെ ഉയർത്തുന്നു. അപ്പോൾ നിയമസഭയ്ക്കകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചിരുന്നാണ് അയ്യപ്പൻ്റെ സ്വർണം അടക്കമുള്ള അയ്യപ്പൻ്റെ മുതൽ കട്ടെടുത്തത് എന്ന് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭക്തൻ വിചാരിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് BJPയുടെ സുവ്യക്തമായ നിലപാട്. അതെ, അത് മാത്രമല്ല നന്ദു, ഇതിവിടെ ഇടതും വലതും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല കട്ടത്, നിങ്ങളും കട്ടില്ലേ എന്നുള്ള തരത്തിലാണ്. അല്ല, ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. മുഖ്യമന്ത്രി ഫോട്ടോ മാധ്യമങ്ങൾക്ക് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവർ അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടയിലെടുത്താൽ എത്ര ദിവസം ഈ വിഷയം കേരളത്തിലെ മറ്റ് ചാനലുകൾ ചർച്ച ചെയ്തു? ജനം ഇന്നും ചർച്ച ചെയ്യുന്നു. ജനം ഈ വിഷയത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടരുത്, ഈ വിഷയം അവരിൽ നിന്ന്, ഈ കള്ളന്മാരിൽ നിന്ന് ഫോക്കസ് നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായി നിങ്ങളൊന്ന് പരിശോധിക്കും, നിങ്ങളുടെ സഹ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്രയിടത്ത് ഇന്ന് ഈ ചർച്ചയുണ്ട്? അവരാരും ചർച്ച ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇവരിതിനെ വിവാദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ രാഷ്ട്രീയ ഒത്തുചേരലിനെ വെള്ളപൂശാനും വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതിനപ്പുറത്ത് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ ഈ വിഷയത്തിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട വിശ്വാസി സമൂഹത്തിൻ്റെ ആശങ്ക.